Good morning. Okay, good morning to all. Good morning, ma'am. Good morning, ma'am. Morning. Chapter 2 എടുക്കാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ. രണ്ട് മൂന്ന് ടീച്ചേഴ്സ് ആയിരിക്കോട്ടെ എടുക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? PDF എല്ലാവർക്കും കാണാലോ? സ്റ്റാർട്ട് ചെയ്യുന്നത് മോട്ടിവേഷൻ അല്ലേ? ഇൻട്രൊഡക്ഷൻ എടുത്തിരുന്നോ? മോട്ടിവേഷൻ എന്നൊരു ഭാഗമല്ലേ തുടങ്ങിയത്? ശരി. Chapter 2 Organizational Behavior. Introduction നോക്കാം. Organization behavior is concerned with the characteristics and behavior of employees is isolation. The aspects and process that are part of the administrative itself and the characteristics and behavior directly resulting from people with their individual needs and inspirations working within the structure of the organization. One cannot understand an individual's behavior completely without learning something about that individual's organization. Similarly, he can not recognize how the organization operates without studying the people who make it. Thus, the organization influence and it's influenced by individuals. നമ്മൾ ഈ ഒരു ഭാഗം തന്നെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട്, ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഹ്യൂമൻ ബിഹേവിയർ. എല്ലാ ഹ്യൂമൻസും അല്ലെങ്കിൽ എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരേ ബിഹേവിയർ ആണോ ഉള്ളത്? യെസ്, വെരി ഗുഡ്. ഡൈനാമിക് നേച്ചർ ആണ് അല്ലെ? വളരെ ചലനാത്മകമായിട്ടുള്ള ബിഹേവിയർ ഉള്ളവരാണ്. അതായത് ഒരാളിലും ഒരു ബിഹേവിയർ നിരന്തരമല്ല, വ്യത്യസ്തമാണ്. ആ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത്?
ബിഹേവിയർ, ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഹ്യൂമൻസിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അവിടുത്തെ വർക്ക് ഫ്ലോസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു ഇൻഡിവിജ്വൽസിന് വേണ്ട യോഗ്യതകൾ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ അവരുടെ സ്കിൽസ്, ഏത് തരം ആറ്റിറ്റ്യൂഡാണ് അവർ കാണിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്തൊക്കെ വരണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് ത്രൂഔട്ട് നമ്മളത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് കുറെയൊക്കെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഒരുപാട് സൈക്കോളജിക്കൽ തിയറീസ്, അപ്രോച്ചസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോ എന്താണ് OB അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് ആർ എംപ്ലോയീസ് അല്ലെ, ഓരോ എംപ്ലോയീസിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് റിലേറ്റഡ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ്, വാട്ട് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ്? സ്വഭാവ സവിശേഷതകൾ അല്ലെ, സ്വഭാവ സവിശേഷതകൾ. അപ്പൊ ഒരു സ്ഥാപനത്തിൽ എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും സ്വഭാവം അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്സ്, അവർ കാണിക്കുന്ന റെസ്പോൺസിബിലിറ്റി, റോളുകൾ, അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ഓർഗനൈസേഷൻ നമുക്ക് അച്ചീവ്മെന്റ്സിലേക്ക് എത്തണമെങ്കിൽ ശരിക്കും എങ്ങനെയുള്ള ഒരു വർക്കേഴ്സ് ആയിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത്? നല്ല ആറ്റിറ്റ്യൂഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, നല്ല ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നവർ മാത്രമായിരിക്കും ആ ഒരു ഓർഗനൈസേഷനിലെ അച്ചീവ്മെന്റിലേക്ക് എത്തിച്ചേരുന്നത്. അല്ലാത്ത തരത്തിലുള്ളവരെയാണ് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്? ഓർഗനൈസേഷനിൽ മോശമായിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ HRM-ലൊക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലൊക്കെ പഠിച്ചിട്ടില്ലേ? സെപ്പറേറ്റ് ചെയ്യും, ഡിസ്മിസ് ചെയ്യും അല്ലെ, സെപ്പറേഷൻസ് കൊടുക്കും, ഡിസ്മിസ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് പണിഷ്മെന്റ് കൊടുക്കും. അങ്ങനെ പലതരത്തില് അവരെ നമ്മൾ അതിൽ നിന്ന് നീക്കം ചെയ്യും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഏറ്റവും ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെയും ബിഹേവിയർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ടീച്ചർ ചുരുക്കി പറയാണ്. എന്താണ് OB അഥവാ ഓർഗനൈസേഷൻ ബിഹേവിയർ? അതായത് വ്യക്തികളെയും ഗ്രൂപ്പുകളെയും സ്ഥാപനങ്ങൾക്കുള്ളിൽ എങ്ങനെ ഇടപെടുന്നു, ഒരു വ്യക്തികൾ ഒരു സ്ഥാപനത്തിനുള്ളിൽ എങ്ങനെ ഇടപെടുന്നു, അല്ലെങ്കിൽ അവരവിടെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വ്യക്തികൾ അവിടെ ചെയ്യുന്ന പ്രോസസ് എങ്ങനെയാണ്, മൊത്തം റിലേറ്റഡ് ടു ബിഹേവിയർ. എല്ലാം റിലേറ്റ് ചെയ്ത് വരുന്ന എന്താണ്? അവരുടെ ആറ്റിറ്റ്യൂഡ്സ് എങ്ങനെയാണ് അവർ അതിനകത്ത് കാണിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ വരുന്നത്. ഇനി അതായത് അവരുടെ ഓരോരുത്തരുടെ ഇടപെടലിനനുസരിച്ച് മാത്രമാണ് ആ ഓർഗനൈസേഷൻ വികസിക്കുന്നത്. അവർ മോശമായിട്ടുള്ള തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ എന്താണ്? അവരെ നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓർഗനൈസേഷന്റെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരെയും ഏറ്റവും നല്ല ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരെയും സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നല്ല സ്വഭാവ സവിശേഷതകളുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഒരാളുടെ ബിഹേവിയർ അളക്കാനായിട്ട് സാധിക്കും അല്ലെ? എന്നുവെച്ചാൽ നമുക്കറിയില്ല നമ്മളുടെ എല്ലാവരുടെയും സ്വഭാവം എന്താണ്. ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ നമ്മളുടെയൊക്കെ സ്വഭാവം മാറും അല്ലെ? എന്നിരുന്നാലും ഏതൊക്കെ ദിവസങ്ങളിലാണെന്നൊന്നും പറയാൻ പറ്റില്ല, ഏത് സെക്കൻഡിലാണ് നമ്മുടെ സ്വഭാവം മാറുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ സ്വഭാവം ഡൈനാമിക് നേച്ചർ ആണെന്ന് പറയുന്നത് അല്ലെ? നമ്മളെ നിന്ന് നിൽപ്പിന് തന്നെ നമുക്ക് ദേഷ്യം കയറാം അല്ലെ? നമുക്ക് ദേഷ്യം കയറാന്നൊക്കെ അപ്പൊ തന്നെ നമ്മൾ കൂളാവാം, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. പലതരത്തിൽ ഇമോഷൻസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പലതരത്തില്. ഇപ്പോ നമുക്ക് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും മോശമായിട്ട് പറയുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്രഷർ മൂലമോ, അല്ലെങ്കിൽ വേജസ് കിട്ടാതെയോ, അല്ലെങ്കിൽ സാലറി കുറവാണ് കിട്ടിയത്, ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും അല്ലെ? അപ്പൊ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ സ്വഭാവം ഒക്കെ ഒരു കോമൺ പ്ലേസിലേക്ക് നമ്മൾ എടുത്തിടും. അവിടെയാണ് എന്ത് വരുന്നത്? പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കും തന്നെ ഇൻഡിവിജ്വൽസിന്റെ സ്വഭാവം പ്രെഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? ഇന്ന് എന്ത് കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു അടുത്ത സെക്കൻഡിനുള്ളിൽ ആൾ എന്ത് കാണിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, യെസ്. The aspects and the process that are part of the administrative itself and the characteristics and behavior directly resulting from people with their individual needs and aspirations working within the structure of the organization. നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തൊരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് ഒരു സ്ഥലത്ത്? എന്താണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്? ജോലി സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്?
മണിയാണ് അല്ലെ, നല്ല സാലറി വേജസോടുകൂടി അല്ലെ നമ്മുടെ ആവശ്യങ്ങൾക്കാണ് നമ്മുടെ ജോലിക്ക് പോകുന്നത് അല്ലെ. മണി ആവശ്യമാണ്. പണമില്ലാത്തൊരു ജീവിതം ദുസ്സഹമാണ് നമുക്കറിയാം അല്ലെ. അപ്പൊ എന്തിനും ഏതിനും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്താണ് ഒരു നല്ലൊരു ജോലി ഇല്ലാതെ, നല്ലൊരു ജോലി തന്നെ പറയണം, നല്ലൊരു ജോലി ഇല്ലാതെ ജീവിക്കാനായിട്ട് സാധ്യമല്ല. ഓക്കെ, നമ്മുടെ ഇൻഡിവിജ്വൽ നീഡ്സ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഓർഗനൈസേഷൻ അപ്രോച്ച് ചെയ്യുന്നത്, വർക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്. പക്ഷെ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് പലരുമായിട്ട് നമ്മൾക്ക് ഇടപെടേണ്ടി വരുന്നത് അല്ലെ. പല ഇൻഡിവിജ്വൽസ് ആയിട്ട് നമുക്ക്, അതായത് പല ആൾക്കാരുടെ സ്വഭാവത്തിന്റെ ഇടയിലാണ് നമ്മളും വരുന്നത്. അപ്പം ആ ഒരു സമയത്ത് അങ്ങനെയുള്ളത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യെസ്, one cannot understand an individual's behavior completely without learning something about the individual organization. എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ് നമുക്ക് ഓരോരുത്തരുടെ സ്വഭാവം അതേപോലെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അയാൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നതെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, ഒരാളുടെ സ്വഭാവം പഠിക്കുക എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഹസ്ബൻഡും വൈഫാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ടും അവൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയും, അവള് പറയും, അല്ലെങ്കിൽ വൈഫ് പറയും ഹസ്ബൻഡിനെ എത്ര നാളായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടായിരിക്കും? നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്വഭാവം അല്ല അല്ലെ, നമുക്ക് വ്യത്യസ്തതകളുണ്ട്. നമ്മൾ ഓരോ ദിവസം ഒരു നേച്ചർ ഉണ്ടായിരിക്കും എല്ലാവർക്കും. എങ്കിലും എന്താണ് നമ്മുടെ മറ്റൊരാളുടെ കൂടെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രശ്നമില്ല. മറ്റാൾക്കാർ വരുന്ന സമയത്താണ് നമ്മുടെ സ്വഭാവം, യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരുന്നത് അല്ലെ. ഇപ്പൊ പറഞ്ഞ സിറ്റുവേഷൻ നിങ്ങളോട് നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ലേ, നീ എന്താണ് എന്നെ മനസ്സിലാക്കാത്തത്? അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ വേണമെന്നില്ല, നമ്മുടെ വീട്ടിലുള്ളവര് തന്നെ. അത് ശരിക്കും പറഞ്ഞ മനുഷ്യന്റെ ഒരു പ്രധാന സവിശേഷതയാണ്. അതായത് സ്വഭാവം എന്ന് പറയുന്നത് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് കാണിക്കും, എന്ത് ചെയ്യുമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരാളുടെ സ്വഭാവം പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ് കൈകാര്യം ചെയ്തത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്, ഇത്രയും ആൾക്കാർക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് അത്ര ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്നിരുന്നാലും എന്താണ് നമ്മൾ വിവിധ തരത്തിലുള്ള പരിശീലനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് അവരെന്തിനും നമ്മൾ സ്വായത്തമാക്കി, അവരെ നമ്മൾ പ്രാപ്തമാകും. അതായത് ഒരു ബിഹേവിയർ നമ്മൾ മൗൾഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അല്ലെ. ഇപ്പൊ മോശമായ എന്തെങ്കിലും ബിഹേവിയർ ഉണ്ടെങ്കിൽ എന്താണ് അത് മാറ്റുന്നതിനുള്ള പരിശീലനങ്ങൾ നമ്മൾ കൊടുക്കുക. ഓക്കെ, സിമിലർലി he cannot recognize how the organization operates without studying the people who make it. Thus the organization influence and is influenced by individuals. ഇവിടെ എന്താ പറയുന്നത്? Cannot recognize how the organization operates without studying the people who make it. എന്താ പറയുന്നത്? ഓരോ ഓർഗനൈസേഷനും അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മള് ഓരോ ഓർഗനൈസേഷനും അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികളെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ. അതായത് സ്ഥാപനം വ്യക്തികളെ സ്വാധീനിക്കുന്നുണ്ട്, അതായത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഒരു സ്ഥാപനം ഇൻഡിവിജ്വൽസിനെ സ്വാധീനിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് ഇൻഡിവിജ്വൽസിനെ ആ സ്ഥാപനവും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഒരു കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ പോയിരിക്കണം. കാരണം അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സ്വഭാവം അല്ലെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതാണ് ഫസ്റ്റ് ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസ് ബിഹേവിയർ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് വ്യക്തികളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കുള്ളൂ. അതായത് നമ്മൾ അവിടെ നിലനിർത്തണമെങ്കിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യും അല്ലെ, നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നിരുന്നാലും എന്താണ് ഒരു സ്ഥാപനം ഓരോ വ്യക്തികളെ അവിടെ സ്വാധീനിക്കുന്നില്ല, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, യെസ്. ഇപ്പൊ OB എന്ന് പറയുന്നത് എന്താണെന്ന് ഏകദേശം ഒരു പിടി കിട്ടിയോ? ഓർഗനൈസേഷൻ ബിഹേവിയർ എന്താണ്, ഇവിടെ ആരുടെ ബിഹേവിയറാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലായോ പറഞ്ഞത്? ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിന്റെ പെരുമാറ്റമാണ്, അല്ലെങ്കിൽ വ്യക്തികളുടെ പെരുമാറ്റമാണ്, വ്യക്തികളുടെ ആറ്റിറ്റ്യൂഡ്സിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളിൽ പറയുന്നത്. പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാക്കാത്തതുണ്ടോ അല്ലെങ്കിൽ വ്യക്തത കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ.
ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഒന്നുകൂടെ പറയാം. വളരെ ചെറുതാക്കി നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാണ്, ഓരോ വ്യക്തികളെയും ഗ്രൂപ്പുകളെയും ഒരു സ്ഥാപനത്തിനുള്ളിൽ എങ്ങനെ ഇടപെടുന്നു, അല്ലെങ്കിൽ ഓർഗനൈസേഷനുള്ളിൽ അവർ എങ്ങനെ ഇടപെടുന്നു, ഈ ഇടപെടലുകൾ ആ സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു, അല്ലെങ്കിൽ അതിന്റെ ഫലപ്രാപ്തിയെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കുന്ന ഒരു പഠനമാണെന്ത് ഓർഗനൈസേഷൻ ബിഹേവിയർ അഥവാ OB എന്ന് പറയുന്നത്. അതായത് വ്യക്തികളെയും ഗ്രൂപ്പുകളെയും, ഒരു വ്യക്തി മാത്രമല്ല ഓർഗനൈസേഷൻ ഉള്ളത് അല്ലെ, ഒരു വ്യക്തിയല്ല, ആ വ്യക്തികൾ കൂടി ചേർന്ന് പല പല ഗ്രൂപ്പുകളായി മാറുന്നു. പല പല ഗ്രൂപ്പിലുള്ളവർക്ക് എന്താണ്, പല ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത് അല്ലെ. അപ്പൊ വ്യക്തികളെയും ഗ്രൂപ്പുകളെയും സ്ഥാപനങ്ങൾക്കുള്ളിൽ എങ്ങനെ അവർ ഇടപെടുന്നു, ഒരു സ്ഥാപനത്തിലുള്ളവർ എങ്ങനെ ഇടപെടുന്നു, ഈ ഇടപെടലുകൾ സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെയും അതിന്റെ ഫലപ്രാപ്തിയും എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കുന്ന ഒരു പഠനമാണെന്ത് ഓർഗനൈസേഷൻ ബിഹേവിയർ അഥവാ OB എന്ന് പറയുന്നത്. അതായത് ഒരു ജോലി സ്ഥലത്തെ പെരുമാറ്റം മനസ്സിലാക്കുന്നതിനും പ്രവചിക്കുന്നതിനും സ്വാധീനിക്കുന്നതിനും വ്യക്തികൾ ഗ്രൂപ്പുകൾ തമ്മിലുള്ള അവരുടെ ഇടപെടൽ എത്രത്തോളമാണ്, അവരുടെ ആറ്റിറ്റ്യൂഡ്സുകൾ എങ്ങനെയാണ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് എന്നതൊക്കെ പഠിക്കുന്നതിനുള്ള ഒരു പഠനമാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായില്ല? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം എലമെന്റ്സ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ. എലമെന്റ്സ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓർഗനൈസേഷൻ ബിഹേവിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ എന്ന് പറയുന്നത് പീപ്പിൾ, എൻവയോൺമെന്റ്, സ്ട്രക്ചർ ആൻഡ് ടെക്നോളജി. ദീസ് ആർ ദ കീ എലമെന്റ്സ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഒരു ഓർഗനൈസേഷന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത് ഒന്ന് പീപ്പിൾ, ആളുകൾ, ദെൻ എൻവയോൺമെന്റ്, പരിസ്ഥിതി അല്ലെങ്കിൽ ചുറ്റുപാട്, സ്ട്രക്ചർ അതിന്റെ ഘടന, ടെക്നോളജി സാങ്കേതിക വിദ്യ. ഓക്കെ, ഈ 4 കാര്യങ്ങളില്ലാതെ ഇത് പൂർണ്ണമാവില്ല. ഈ 4 എലമെന്റ്സുകൾ കൂടി ചേർന്നിട്ടാണ് എന്താണ് ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഓരോ എലമെന്റ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, നോക്കാം. എലമെന്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ബിഹേവിയറിലെ 4 എലമെന്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് എന്താണ്? പീപ്പിൾ. The key elements in the organization behavior are people, structure, technological impact on the environment in which the organized operates. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഏതായിരിക്കും? ഓർഗനൈസേഷൻ എലമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത് പീപ്പിൾ തന്നെയാണ് അല്ലെ. പീപ്പിളിന്റെ അനുസരിച്ചിട്ടാണ് ബാക്കി അവിടെ എന്തെല്ലാം വരുന്നത്, സ്ട്രക്ചറും ടെക്നോളജി ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ ചുറ്റുപാടൊക്കെ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, അതായത് ആളുകൾ അല്ലെ. നമുക്ക് ആദ്യത്തെ ഇത് നോക്കാം. People make up the internal and social system of the association. It consists of individuals and groups. The groups may be big or small, formal or informal, official or unofficial. Groups are dynamic. They work in the organization to accomplish their goals. ഇനി എന്താണ് അവിടെ പീപ്പിൾ എന്ന് സൂചിപ്പിക്കുന്നത്? പീപ്പിൾ അല്ലെങ്കിൽ ആളുകൾ നമ്മൾ പറയുമ്പോൾ എന്താണ്, ഒരു സോഷ്യൽ സിസ്റ്റം ആയിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. പീപ്പിൾ മേക്കപ്പ് ഇന്റേണൽ ആൻഡ് സോഷ്യൽ സിസ്റ്റം ഓഫ് ദ അസോസിയേഷൻ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഫാക്ടർ അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളാണ്, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ എംപ്ലോയീസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും നോക്കേണ്ടത് ഒരു ഓർഗനൈസേഷനിൽ ഒരു മെമ്പർ മാത്രമല്ല, പല ഗ്രൂപ്പ്സ് ഓഫ് മെമ്പർ വരുമ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പല ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പിൽ ഇപ്പൊ ചെറിയ നമ്പർ ഓഫ് പീപ്പിൾ ഉള്ളവരുണ്ടാവും, 5 പേരുള്ള ഗ്രൂപ്പ് ഉണ്ടാവാം, 4 പേരുള്ള ഗ്രൂപ്പ് ഉണ്ടാവും, 10 പേരുള്ള ഗ്രൂപ്പ് ഉണ്ടാവും, അങ്ങനെ 20, 25 അങ്ങനെ പല ഗ്രൂപ്പ്സുകൾ വരുന്നുണ്ട്. നോർമൽ ഗ്രൂപ്പ്സ് വരാം, ഫോർമൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും, ഇൻഫോർമൽ ആയിട്ടുള്ള മെമ്പേഴ്സ് സ്റ്റാഫുകൾ വരുന്നുണ്ടാവും, ഒഫീഷ്യൽ മെമ്പേഴ്സ് വരുന്നുണ്ടാവും, അൺഒഫീഷ്യൽ മെമ്പേഴ്സ് വരുന്നുണ്ടാവും. അങ്ങനെ ഒരു വലിയ നമ്മളിപ്പോ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിൽ എടുക്കുമ്പോൾ എന്താണ്, അത് പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ.
പലതിലും പല ടൈപ്സ് ഓഫ് ആൾക്കാർ ടീം വർക്ക് ചെയ്യുന്നവരുണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് അല്ലെ, ഒഫീഷ്യൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അൺഒഫീഷ്യൽസ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ എന്താണ്, ഈ കൂട്ടത്തിലായാലും ഇൻഡിവിജ്വൽസിലായാലും അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, അവരുടെ സ്വഭാവമാണ് അല്ലെ. അവരെങ്ങനെ അവരുടെ ബിഹേവിയർ എത്രത്തോളം നല്ല രീതിയിൽ പോകും അതിനനുസരിച്ച് മാത്രമേ ആ ഗ്രൂപ്പ് നന്നായിട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ ടീം നന്നായിട്ട് പോകുള്ളൂ അല്ലെ. നമ്മുടെ ടീമിൽ ഒരാൾ ഇടഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം, നമ്മുടെ കൂടെ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു 5 പേരാണ്, 5 പേരിൽ ഒരാൾ അല്ലെങ്കിൽ 2 പേര് മോശമായ ബിഹേവിയർ ആണ് കാണിക്കുന്നെങ്കിൽ ആ ഗ്രൂപ്പ് തന്നെ എന്താണ്, ആ ഗ്രൂപ്പിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത് അല്ലെ. ഒരാളുടെ സ്വഭാവം മോശമായി കഴിഞ്ഞാൽ അത് മറ്റുള്ള രീതിയിലും മറ്റുള്ളവരെയും കൂടി നശിപ്പിക്കുന്ന രീതിയിലായിരിക്കും ആ ബിഹേവിയറിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ രൂപപ്പെട്ട് വരുന്നത്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പല നേച്ചർ ഉള്ളവരാണെങ്കിൽ കൂടി എന്താണ്, ഓർഗനൈസേഷന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നതിന് വേണ്ടി, നമ്മുടെ ഇൻഡിവിജ്വൽ നീഡ്സുകൾ സ്വായത്തമാക്കുന്നതിന് വേണ്ടി നമ്മൾ അവിടെ നേച്ചർ മാറ്റിയെടുക്കേണ്ടതുണ്ട്. എത്ര മോശ സ്വഭാവം ഉണ്ടെങ്കിലും നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അസോസിയേഷനിൽ ഒരിക്കലും അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഒരിക്കലും എന്താണ് നമ്മളുടെ ആ ഒരു സ്വഭാവം കാണിക്കാൻ പാടുള്ളതല്ല അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, പല ഗ്രൂപ്പ്സ് ഓഫ് മെമ്പേഴ്സ്, ഇപ്പൊ പീപ്പിൾ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജനങ്ങളാണ് അല്ലെങ്കിൽ സ്റ്റാഫുകളാണ്. ഇതിൽ പല മെമ്പേഴ്സ് വരുന്നുണ്ട്, ഗ്രൂപ്പ്സ് ഉണ്ട്, ബിഗ് സ്മോൾ വരുന്നുണ്ട്, അതുപോലെ ഫോർമൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ഒഫീഷ്യൽ അൺഒഫീഷ്യൽ ഗ്രൂപ്പ്സുകളുണ്ട്. അപ്പോ they work in the organization to accomplish their goals. അപ്പൊ ഈ ആളുകളൊക്കെ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഓരോരുത്തരും അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. എത്രയോ ആൾക്കാർ, എത്ര ഗ്രൂപ്പ് ആണെങ്കിലും ഇൻഡിവിജ്വൽ ആണെങ്കിലും എന്താണ്, നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ, നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട് അല്ലെ, നമ്മൾക്ക് നല്ല വേജസ്, നല്ല സാലറി പാക്കേജോടുകൂടി വർക്ക് ചെയ്യണം, നമ്മുടെ ജീവിതാവശ്യങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ എന്തോ ആയിക്കോട്ടെ, ചെറിയ ഗ്രൂപ്പോ വലിയ ഗ്രൂപ്പോ അനൗപചാരികമോ ഔപചാരികമായിട്ടുള്ള എന്ത് ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, അവിടേക്ക് എന്താണ് ഡൈനാമിക് ആയിട്ടുള്ള ഗ്രൂപ്പ്സുകളാണ് അല്ലെ ഉണ്ടാവുന്നത്. പക്ഷെ ഇവരുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, വർക്ക് ഇൻ ദ ഓർഗനൈസേഷൻ ടു അക്കംപ്ലിഷ് ദെയർ ഗോൾസ് എന്ന് പറയുന്നത്. അവരുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒരുമിച്ച് ഇവിടെ ഗ്രൂപ്പ് ആയിട്ടാണെങ്കിലും ഇൻഡിവിജ്വൽസ് ആയിട്ടാണെങ്കിലും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോ ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റിൽ ആദ്യം വരുന്നതാണ് എന്ത്, പീപ്പിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആളുകൾ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ആണ് ഇമ്പോർട്ടന്റ് അല്ലെ. പേഴ്സണാലിറ്റി ആണ് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിലാണെങ്കിലും ഇൻഡിവിജ്വൽസ് ആണെങ്കിലും നമ്മുടെ പേഴ്സണാലിറ്റി പെർഫെക്റ്റ് ആയിരിക്കണം അല്ലെ. ആറ്റിറ്റ്യൂഡ് പെർഫെക്റ്റ് ആയ രീതിയിൽ മാത്രമാണെങ്കിൽ മാത്രം നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ആണ്, ഘടന. Structure defines the formal relationship of the people in an organization. Different people in the organization are implementing different types of jobs and they need to be related in some structural way so that their work can be well managed. ഇനി എന്താണ് കുട്ടികളെ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അതില്? പൂർണ്ണമായും ജോബ് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ റോൾസ് റിലേറ്റഡ് ആണ്, റെസ്പോൺസിബിലിറ്റി റിലേറ്റഡ് ആണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ എന്താണ്, വ്യത്യസ്ത തരം ആൾക്കാർ വ്യത്യസ്ത തരത്തിലുള്ള ജോലികളാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അതാണ് നമ്മുടെ പ്രധാന ഘടന എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള റോളുകൾ വരുന്നുണ്ട് അവിടെ, ഡിഫറെന്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട്, ഡിഫറെന്റ് പൊസിഷൻസ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് എന്ത് സംഭവം, എന്ത് രൂപപ്പെടുന്നത്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ രൂപപ്പെടുന്നത് അല്ലെ. പല ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നു, പല ഡിപ്പാർട്ട്മെന്റ്സിനുള്ളിൽ പല റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആൾക്കാരെ, പല റോളുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല രീതിയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാൽ ആ ഈ ഒരു കൂട്ടമായി വർക്ക് ചെയ്യുന്നതിന്റെ ആ ഒരു ഘടനയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇതെല്ലാം കൂടി വർക്ക് ചെയ്താൽ മാത്രമല്ല ഇതൊരു സ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരു വർക്ക് നടക്കുന്നില്ല, ആർക്കും ഉത്തരവാദിത്തങ്ങളില്ല, ആർക്കും പ്രധാനപ്പെട്ട റോൾസ് ഇല്ല, ആർക്കും ഒരു പൊസിഷൻ ഇല്ല, അങ്ങനെയുള്ള ഒരു സ്ഥാപനമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലെ. ഒരു സ്ട്രക്ചർ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ വേണം,
അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ്സ് വേണം അല്ലെ. ഒരു ഓർഗനൈസേഷന് പലതരത്തിലുള്ള ജോബുകൾ ഉണ്ടായിരിക്കണം, ഓരോ റോളുകൾ ഉണ്ടാവും, പൊസിഷൻ ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതെല്ലാം ഉണ്ട്. ഇത് വെൽ മാനേജ്ഡ് ആയിട്ട് കൊണ്ടുപോകണം അല്ലെ. ഇതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനെയും കൂടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ മാത്രമേ ഇതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ ഇതൊക്കെ വർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എന്ത് സാധ്യമാകുള്ളൂ, ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട്, ലക്ഷ്യം കൈവരിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോ എലമെന്റ്സ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ രണ്ടാമത്തെ ഘടകം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ഘടകമാണിത്, അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതിന്റെ ഘടന എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായില്ല? ഓക്കെ, നെക്സ്റ്റ് അടുത്ത എലമെന്റ് ഏതാണ്? നെക്സ്റ്റ് എലമെന്റ് ടെക്നോളജി. ഇതാണ് ടെക്നോളജി, സാങ്കേതിക വിദ്യ അല്ലെ. ടെക്നോളജി such as machines and work processes provide the resources with which people work and affect the tasks that they perform. The technology used has major impact on working relationships. It allows people to do more and better work, but it also restricts people in various ways. എങ്ങനെയാണ് ഓർഗനൈസേഷന്റെ എലമെന്റ് ആയിട്ട് ടെക്നോളജി വരാൻ കാരണം? എന്തുകൊണ്ടാണ്? എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ അല്ലെ? തീർച്ചയായിട്ടും ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ സംബന്ധിച്ചോളി ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? A to Z കാര്യങ്ങളിൽ ഇവിടെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം A to Z കാര്യങ്ങളിൽ ടെക്നോളജി അത്യാവശ്യമാണ് അല്ലെ. ആ ഒരു റിസോഴ്സ്, ടെക്നോളജിക്കൽ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വർക്ക്സുകളും പെർഫോം ചെയ്യുന്നത്, അത് കംപ്ലീറ്റ് ചെയ്യുന്നതെല്ലാം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ തുടങ്ങി മെഷീൻ ഓപ്പറേഷൻസ് വരെ എന്താണ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഇതെല്ലാം നടത്തുന്നത് അല്ലെ. അതായത് ഇപ്പൊ ടെക്നോളജി ഉപയോഗിക്കുന്നതും കൂടി തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ്, ഓട്ടോമേഷൻ ആണ് എഫിഷ്യൻസി. നല്ല രീതിയിൽ നമ്മുടെ കമ്പനി ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനും പലതരത്തിലുള്ള ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പല പ്രോസസ്സുകൾ, പല ഡിവൈസസ്, പല മെഷീൻസ്, പല എക്യുപ്മെന്റ്സ് ഒക്കെ ഇതെല്ലാം ഉപയോഗിച്ചു കൊണ്ടിട്ടാണ് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോ അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാന ഘടകം എന്താണ്? അപ്പോ ടെക്നോളജി തന്നെയാണ്. അപ്പൊ ഒരു ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം A to Z കാര്യങ്ങള് സാങ്കേതിക വിദ്യയിലൂടെയാണ് പെർഫോം ചെയ്യുന്നത്. ടെക്നോളജി യൂസ്ഡ് ഹാസ് എ മേജർ ഇമ്പാക്ട് ഓൺ വർക്കിംഗ് റിലേഷൻഷിപ്സ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആണ് പ്രത്യേകിച്ച് വർക്കിംഗ് സിറ്റുവേഷൻസിൽ ടെക്നോളജി സാങ്കേതിക വിദ്യ വഹിക്കുന്നത്. ഇറ്റ്സ് അലോ പീപ്പിൾ ടു ഡു മോർ ആൻഡ് ബെറ്റർ വർക്ക്, ബട്ട് ഇറ്റ് ഓൾസോ റെസ്ട്രിക്ട്സ് പീപ്പിൾ ഇൻ വേരിയസ് വേ. ഈ ഒരു സാങ്കേതിക വിദ്യ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ജോലികളൊക്കെ ഏത് രീതിയിൽ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നു? ഏത് രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നു? കൂടുതൽ മികച്ച രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും അല്ലെ. ഇററുകളൊക്കെ, തെറ്റുപിശകുകളൊക്കെ കുറച്ചുകൊണ്ട് നമുക്ക് ഈസി ടു വർക്ക് ആണ്. ഈസ് വെരി ഗുഡ്. ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നമ്മളെ ടെക്നോളജി ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, it allows people to do more and better work, but it also restricts people in various ways. എന്താണ് പറയുന്നത്? നമ്മുടെ വർക്കുകൾ ഈസി ആക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് റെസ്ട്രിക്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്? നമ്മളെ ഓരോ ഇൻഡിവിജ്വൽസിനെയും പല വിധത്തിൽ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മളുടെ വർക്കുകൾ വളരെ ഈസി ആക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മൾ ഓരോരുത്തരെയും അവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരെയും നമ്മൾ ടെക്നോളജി കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു, നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. വർക്കുകൾ ഈസി ആക്കുന്നു, തെറ്റുകുറ്റങ്ങൾ കുറയ്ക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, പല കാര്യങ്ങളിൽ നമ്മൾ ഒരു കൺട്രോൾ തരാനും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നത്. നമ്മൾ പല ടൈം ഷെഡ്യൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ടെക്നോളജി ഡിപ്പെൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ, അപ്പോൾ ഒരു സാങ്കേതിക വിദ്യ കൊണ്ട് ഒരു ഓർഗനൈസേഷനെ ഏറ്റവും കൂടുതൽ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാനും നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് എന്താണ്
ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നതിനും എന്താണ് അതായത് ഇററുകൾ കുറച്ചുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എൻവിയോൺമെന്റ് ആണ്. നെക്സ്റ്റ് എലമെന്റ് എൻവിയോൺമെന്റ്. All organizations operate within an external environment. It is a part of large system that contains many other elements such as government, family, and other organizations. All of these mutually influence each other in a complex system that creates a circumstance of a group of people. In environment, എങ്ങനെയാണ് ഇവിടെ ഘടകങ്ങളായി വരുന്നത് അല്ലെങ്കിൽ എലമെന്റ് ആയി വരുന്നതിന്റെ കാരണം എന്താണ്? എല്ലാ ഓർഗനൈസേഷനും എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? വിത്തിൻ ആൻ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. നമ്മളൊരു ബാഹ്യ പരിസ്ഥിതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഒരു ബാഹ്യമായ എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റ്, ബാഹ്യ പരിസ്ഥിതിയിലകത്താണ് അത് വർക്ക് ചെയ്യുന്നത്. ഇത് പാർട്ട് ഓഫ് ലാർജ് സിസ്റ്റം. അതായത് ഈ ഒരു വർക്കിംഗ് കണ്ടീഷനിൽ നമ്മൾ പല കാര്യങ്ങൾ കണ്ടെയ്ൻ ചെയ്ത് പല എലമെന്റ്സിനെ നമ്മൾ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ എലമെന്റ്സ് ആണ് പ്രത്യേകമായിട്ട് വരുന്നത്? ഏതൊക്കെയാണ്? ഗവൺമെന്റ് വരുന്നുണ്ട് അതിൽ അല്ലെ, ഗവൺമെന്റ് വരുന്നുണ്ട്, ഫാമിലി വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് അതർ ഓർഗനൈസേഷൻസ്, മറ്റ് ഓർഗനൈസേഷൻസ് കൂടി എന്തിനകത്ത് വരുന്നുണ്ട്? ഈ ഒരു ബാഹ്യ പരിസ്ഥിതിയുടെ ഉള്ളില് വരുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. All of these mutually influence each other in a complex system that creates circumstance for a group of people. അപ്പൊ നമ്മളൊരു ചുറ്റുപാട്, പ്രത്യേകിച്ച് ഒരു വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? ഈ പ്രധാനപ്പെട്ട ഈ നിരവധി ഘടകങ്ങൾ, അതായത് നമ്മുടെ ഗവൺമെന്റ്, ഫാമിലി, അതർ ഓർഗനൈസേഷൻസ്, ഇതെല്ലാം ഒരുമിച്ച് കൂടിച്ചേർന്ന് അതെല്ലാം മ്യൂച്വലി ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിട്ടാണ് ആ ഒരു പരിസ്ഥിതി രൂപപ്പെടുന്നത് അല്ലെ. അപ്പൊ അതായത് ഒരു കൂട്ടം ആളുകൾക്ക് എന്താണ് ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു സംവിധാനത്തിന് ഇവയെല്ലാം എന്താണ് പരസ്പരം സ്വാധീനിക്കുന്നത്. ഇതെല്ലാം, അതായത് ഗവൺമെന്റ് ആകട്ടെ, ഫാമിലി ആകട്ടെ, അതർ ഓർഗനൈസേഷൻസ് ആകട്ടെ, അതായത് ഇതെല്ലാം തന്നെ എന്താണ് ഒരുമിച്ച് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു ബാഹ്യ പരിസ്ഥിതി അവിടെ രൂപപ്പെടുന്നത്. അതായത് ഒരു എൻവയോൺമെന്റ് നമ്മൾ കൺസിസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കണ്ടെയ്ൻ ചെയ്യുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കുന്നത്. ഒന്ന് ഏതൊക്കെയാണ്? ഒന്ന് ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് അല്ലെ. ദെൻ നെക്സ്റ്റ് ഫാമിലി ആൻഡ് അതർ ഓർഗനൈസേഷൻ. ഇതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഈ എൻവയോൺമെന്റ് ലാർജ് സിസ്റ്റം ആയിട്ട് പറയുന്നത്. ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, ഫാമിലി ഉണ്ട്, മറ്റു അതർ ഓർഗനൈസേഷന്റെ ഇൻവോൾവ്മെന്റ്. ഇതെല്ലാം കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു പരിസ്ഥിതിയുടെ അകത്താണ് ഒരു ഓർഗനൈസേഷൻ വളർന്നു വരുന്നത്. ഒരു ഓർഗനൈസേഷന്റെ ചുറ്റുപാട് എന്ന് പറയുന്നത് ഈ 3 എലമെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, യെസ്. അപ്പോ ഓർഗനൈസേഷന്റെ ലാസ്റ്റ് എലമെന്റ് അല്ലെങ്കിൽ 4ാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് അതിന്റെ ബാഹ്യ പരിസ്ഥിതിയാണ്, അതിന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ്. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾ ഇവിടെ പീപ്പിൾ എന്ന ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം, ഞാൻ പറയാൻ വിട്ടുപോയി. ഇവിടെ the groups may be big or small, formal, informal, official, unofficial, and groups are dynamic. അതുവരെ ആ ഒരു സെന്റൻസ് ഇതാ the groups തുടങ്ങി ഡൈനാമിക് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ് എലമെന്റ്സ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്? കീ എലമെന്റ്സ്. People, environment, structure, and technology. Okay. People എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട് അതില്?
ഗ്രൂപ്പ്സ് ആണ്, ഇൻഡിവിജ്വൽസ് ആണ് ഗ്രൂപ്പ്സ് അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. സ്മോൾ ഉണ്ട്, ബിഗ് ഗ്രൂപ്പ്സ് ഉണ്ട്, ഫോർമൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ഇൻഫോർമൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്, ഒഫീഷ്യൽ ആണ് അൺഒഫീഷ്യൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ഗ്രൂപ്പ്സ് ആർ ഡൈനാമിക്സ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു കൂട്ടം ആൾക്കാർ അല്ലെ, ഒരു കൂട്ടം ഇൻഡിവിജ്വൽസ് മാത്രമല്ല, പല ടൈപ്സ് ഓഫ് പൊസിഷൻസിലാണ് അവിടെ ആളുകൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതൊരു ഓർഗനൈസേഷനെ ഇപ്പോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തരത്തിൽ അവരെ ഗ്രൂപ്പ്സ് ആയിട്ടും ഇൻഡിവിജ്വൽസ് ആയിട്ടും അവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രക്ചർ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? ഓർഗനൈസേഷൻസ് ആർ ഇംപ്ലിമെന്റിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ്സ് അല്ലെ. അതായത് നമ്മുടെ ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്? റെസ്പോൺസിബിലിറ്റീസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ് പൊസിഷൻസ്, പല റോൾസുകൾ, ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഇതെല്ലാത്തിന്റെയും പ്രവർത്തനം ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഓർഗനൈസേഷനെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്, ഇതിന്റെ എല്ലാം മൊത്തത്തിലുള്ള ഒരു ഘടനയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ടെക്നോളജി. ടെക്നോളജി എന്താണ് പറയുന്നത്? ടെക്നോളജി മീൻസ് യെസ് മെഷീൻസ് ആൻഡ് റിസോഴ്സസ് എന്ന് നമുക്ക് ചുരുക്കി പറയാം. എല്ലാ ടാസ്കുകളും പെർഫോം ചെയ്യുന്നതിനും ഓരോ സ്റ്റാഫുകൾക്കും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനും എന്താണ് ടെക്നോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറേഴ്സുകൾ കുറച്ചുകൊണ്ട് നല്ലൊരു അന്തരീക്ഷം കൊണ്ടുവരാൻ, അതായത് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് ടെക്നോളജി ഹെൽപ്പ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ, ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നതോടൊപ്പം തന്നെ ഓട്ടോമേഷൻ ആൻഡ് എഫിഷ്യൻസി, അവിടെ നടക്കുന്ന എല്ലാ വർക്ക്സും എങ്ങനെയാണ് ഈ ടെക്നോളജി റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. എൻവയോൺമെന്റ് പ്രധാനമായിട്ടും എന്താണ് ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ് ഇവിടെ ഉള്ളത്. ഇതൊരു ലാബ് സിസ്റ്റം ആണ് ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഗവൺമെന്റ്, ഫാമിലി ആൻഡ് അതർ ഏജൻസീസ് ആണ് പ്രധാനമായിട്ട് ഇതിനെ ഡിപെൻഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, ദീസ് ആർ ദ key elements of organization behavior. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് അപ്രോച്ചസ് ആണ്. ഇനി കുറച്ച് വലിയ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്രോച്ചസ്, ഓർഗനൈസേഷൻ ബിഹേവിയർ റിലേറ്റഡ് വരുന്ന 3 തരം അപ്രോച്ചസ് ഉണ്ട്. മോഡേൺ അപ്രോച്ചസിൽ സയൻസ് അപ്രോച്ച് വരുന്നുണ്ട്, ബ്യൂറോക്രാറ്റിക് അപ്രോച്ച്, ഹാർട്ട് ഓൺ സ്റ്റഡീസ്, ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച്, എക്കോണമിക് അപ്രോച്ച്, പ്രൊഡക്ടിവിറ്റി അപ്രോച്ച്, സിസ്റ്റം അപ്രോച്ച് തുടങ്ങിയ അങ്ങനെ ഒട്ടനവധി അപ്രോച്ചസിലൂടെ നമ്മൾ കടന്നു വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? മോഡേൺ അപ്രോച്ച് ടു ഓർഗനൈസേഷൻ ബിഹേവിയർ. അത് ആദ്യം ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഓർഗനൈസേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കുറെ പുതിയ തരം എന്താണ് സമീപനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സംഘടനാ പെരുമാറ്റത്തോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് സമീപനങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, modern approach to organization behavior is the search for the truth of why people behave the way they do not do, and it is a vulnerable and complex process. If one aims to manage organization, it is necessary to comprehend how they operate. The organization combines science and people. While science and technology is predictable, the human behavior in an organization is rather unpredictable. This is because it arises from people's deep-seated needs and value system. അതായത് നമ്മുടെ ഈ അപ്രോച്ചസ് ഒക്കെ രൂപപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഓരോരുത്തരുടെയും നേച്ചറിൽ നിന്നുമാണ് അല്ലെ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന പലതരം ആൾക്കാരുടെ നേച്ചറിൽ നിന്നാണ്. ആ നേച്ചറിൽ വ്യത്യാസങ്ങൾ കണ്ടതിൽ തുടർന്നാണ് നമ്മൾ ഇതിനൊക്കെ എന്താണ് കൂടുതൽ ആഴത്തിലിറങ്ങിയ പഠനങ്ങളിലേക്ക് ചെല്ലാനായിട്ട് ആരംഭിച്ചത്. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നേച്ചറിൽ വ്യത്യാസം വരുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് പ്രത്യേകമായ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള നേച്ചറുകൾ പുറപ്പെടുവിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് പല സൈക്കോളജിസ്റ്റുകൾ ഉണ്ട്, എക്കണോമിസ്റ്റുകൾ എന്നിവരൊക്കെ എന്താണ് അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്താനായിട്ട് ആരംഭിച്ചു. ആ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം അപ്രോച്ചസ് അല്ലെങ്കിൽ സമീപനങ്ങൾ രൂപപ്പെടാനായിട്ട് ആരംഭിച്ചത്. ഓക്കെ, ഇപ്പൊ മോഡേൺ അപ്രോച്ചസ് പ്രകാരം നമ്മൾ എന്താണ് പറയുന്നത്? അതായത് ആധുനിക സമീപന പ്രകാരം ഇവിടെ പറയുന്നത് എന്താണ്? It's a search for the truth of why people behave
way that do act, it is a vulnerable and complex process. ഇത് പറയുന്നത് എന്താണ്? നമ്മളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ മറ്റുള്ളവർ പെരുമാറുന്നത് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലെ? നമ്മൾ പെരുമാറുന്നത് പോലെ മറ്റുള്ളവർ ബിഹേവ് ചെയ്യണമെന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കാറില്ലേ? പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ പെരുമാറുമോ? ഒരിക്കലുമില്ല അല്ലെ? ഇല്ല, ഒരിക്കലും പെരുമാറില്ല. യെസ്, മിക്കതും ഒരേ നേച്ചറുള്ളവർ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ടെങ്കിലും ആരും എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ബിഹേവിയർ ആറ്റിറ്റ്യൂഡ് ആരും തന്നെ കാണിക്കില്ല. എന്തുകൊണ്ടാണ്? അവിടെ ഓരോരുത്തരും വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആളുകൾ എങ്ങനെ തിരിച്ച് ബിഹേവ് ചെയ്യുന്നു പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, if one aims to manage organization, it is necessary to comprehend how they operate. ഇപ്പോൾ മാനേജ്മെന്റ് ഓർഗനൈസേഷനൊക്കെ ചിന്തിക്കുന്ന കാരണം എങ്ങനെയാണ് നമ്മൾ ഈ മനുഷ്യർ അല്ലെങ്കിൽ ഈ സ്റ്റാഫുകളെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എങ്ങനെ ഇവർ ഓപ്പറേറ്റ് ചെയ്യണം. ഓപ്പറേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇവരെ എങ്ങനെ നമ്മൾ മൗൾഡ് ചെയ്തെടുക്കാം അല്ലെ? അതായത് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നവർ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഓർഗനൈസേഷനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ? അല്ലെങ്കിൽ എന്തും വഴക്കും ബഹളം കാര്യങ്ങളാണെങ്കിൽ എന്താണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് സിറ്റുവേഷൻസ്. അതായത് നമ്മൾ എടുക്കുന്ന ആൾക്കാരുടെയൊക്കെ സ്വഭാവം ഇതേപോലെ തന്നെയാണെങ്കിൽ എന്താണ് അതൊരു ബുദ്ധിമുട്ട്. അതായത് അവരെ മനുഷ്യരെ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് വേ ആണ് ഒരു മനുഷ്യനെ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. മീൻസ് അവന്റെ സ്വഭാവം ശരിയാക്കുക എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ കമ്പൈൻസ് സയൻസ് ആൻഡ് പീപ്പിൾ. അപ്പൊ ഇവിടെ ഈ മോഡേൺ അപ്രോച്ചസ് പ്രകാരം എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ്? The organization combines science and people. എന്താ പറയുന്നത്? അങ്ങനെ സയൻസ് ആൻഡ് പീപ്പിൾ കമ്പൈൻ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സയൻസിനെയും ജനങ്ങളെയും. എന്തുകൊണ്ടാണ്? സയൻസും മനുഷ്യനും തമ്മിൽ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ഉണ്ടോ? അല്ലേ? ഉണ്ടോ? ഓക്കെ, അതായത് നമ്മൾ അവരെ എങ്ങനെ മനസ്സിലാക്കണം അല്ലെ? ജനങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ചില സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മനുഷ്യനെ കണക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. അതായത് ചില സാഹചര്യം, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാഹചര്യം ബിഹേവിയർ മൗൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സയൻസിനെയും അല്ലെങ്കിൽ ജനങ്ങളെയും തമ്മിൽ അല്ലെങ്കിൽ ഓരോ മനുഷ്യരെയും തമ്മിൽ എന്താണ് നമ്മൾ കമ്പൈൻ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, while science and technology is predictable, നമുക്ക് സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി ബേസിസ് ഉള്ള കാര്യങ്ങൾ നമുക്ക് പ്രഡിക്റ്റബിൾ ആണ് അല്ലെ? ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ മനുഷ്യൻ പ്രോസസ് ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ടെക്നോളജിയിൽ കുറെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ റിസൾട്ടുകൾ വരുന്നത്. അതൊക്കെ പ്രഡിക്റ്റബിൾ ആണ്, പ്രവചിക്കാൻ പറ്റും അല്ലെ? പക്ഷെ മനുഷ്യന്റെ സ്വഭാവമോ ഒരു ഹ്യൂമന്റെ ബിഹേവിയർ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലെ? കുറെ നേരം നല്ല സ്വഭാവം കാണിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ മോശ സ്വഭാവം കാണിക്കാൻ നമ്മൾ എല്ലാവരും മിടുക്കരാണ് അല്ലെ? എല്ലാവർക്കും എല്ലാ നേച്ചറും ഉണ്ട്. എത്ര സമയം നമ്മൾ നല്ല സ്വഭാവം കാണിക്കാറുണ്ട്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എത്ര സമയം നല്ലൊരാളായിരിക്കാറുണ്ട്? ഏറ്റവും കൂടുതൽ നല്ല ആളായിരിക്കുന്നത് അല്ലെങ്കിൽ മോശപ്പെട്ട ഒരാളാണ് നമ്മൾ ഇരിക്കാറ്? അല്ല, വേണ്ട. ഏറ്റവും കൂടുതൽ ദേഷ്യമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ സന്തോഷമാണ് കൈകാര്യം ചെയ്യുന്നത്? നിങ്ങളൊന്ന് പറയൂ. മിക്സഡ് ആണ്, പക്ഷെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് എന്താണ്? ദേഷ്യമാണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ദേഷ്യം വരും. എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലെ? പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ നമ്മൾ ഇറിറ്റേറ്റഡ് ആണ് പല കാര്യങ്ങളിലും. എത്ര ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് അവിടെയും ദേഷ്യം വരും അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക, സയൻസ് ടെക്നോളജി ബേസ്ഡ് കാര്യങ്ങളെല്ലാം പ്രെഡിക്റ്റബിൾ ആണ്, പ്രവചനാതീതമാണ്, പ്രവചിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഹ്യൂമന്റെ നേച്ചർ അൺപ്രഡിക്റ്റബിൾ ആണ്. മനുഷ്യന്റെ നേച്ചർ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ മോഡേൺ അപ്രോച്ചസ് പ്രകാരം അതിനെ കണ്ടെത്താൻ ശ്രമിച്ച മനസ്സിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ച ഈ ബിഹേവിയറുമായി പഠിക്കാൻ ശ്രമിച്ച പല സൈക്കോളജിസ്റ്റുകളും എക്കോണമിസ്റ്റുകളൊക്കെ കണ്ടെത്തിയത് ഈ ഒരു ഉത്തരമാണ്. അൺപ്രഡിക്റ്റബിൾ നേച്ചർ ആണ് ആർക്കുള്ളത്? ഹ്യൂമൻ ബിഹേവിയറിനുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ചാപ്റ്റർ ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ടീച്ചർ കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ, ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഓരോ നേച്ചറിലുള്ള ചാപ്റ്ററുകളാണ് നമ്മൾ പോകുന്നത്. ഇത് കംപ്ലീറ്റ്ലി സൈക്കോളജിക്കൽ റിലേറ്റഡ് ചാപ്റ്റേഴ്സ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ളതാണ്.
അപ്പൊ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനേ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയുന്നത് കൂടുതലാണ്, എക്സ്പ്ലനേഷൻസ് കൂടുതലാണെങ്കിൽ വേണ്ട എന്നൊരു ഒപ്പീനിയൻ അവിടെ പറയാവുന്നതാണ്. നമ്മളെ കണ്ടിട്ട് മാത്രം പറഞ്ഞു പോകുള്ളൂ. എനിക്ക് തോന്നുന്നു എക്സ്പ്ലനേഷൻ വരുമ്പോഴാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. This is because it arises from people a deep-seated and need value system. അപ്പൊ ഇങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള നേച്ചറിനെ കണ്ടെത്തിയതിന് ശേഷമാണ് എന്ത് മനസ്സിലാക്കാൻ തുടങ്ങിയത്? അതായത് ഓരോരുത്തർക്കും ഈ ഒരു നേച്ചർ മാറാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ആവശ്യങ്ങളാണ്. ഓരോ ആവശ്യങ്ങൾ ഉയർന്നു വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ദിനംപ്രതി നീഡ്സ് ഉണ്ട് അല്ലെ? നമ്മൾ നീഡ് തിയറി എന്നൊക്കെ പറഞ്ഞ മാസ്ലോവിന്റെ ഒരു തിയറി ഒക്കെ പഠിക്കാനുണ്ട്. മനുഷ്യന്റെ പ്രധാനപ്പെട്ട ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അതൊരു സൈക്കോളജിക്കൽ തിയറിയാണ്. ഇതിലൊക്കെ വരുന്നുണ്ട്, കാണുന്ന ഭാഗങ്ങളൊക്കെ അതൊക്കെയാണ്. അപ്പൊ നമ്മൾക്ക് ഓരോ ദിവസവും ഓരോ ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മുടെ സ്വഭാവങ്ങൾ മാറുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മനുഷ്യന്റെ ആവശ്യങ്ങൾ എപ്പോഴെങ്കിലും ഇല്ലാതാവുന്നുണ്ടോ? നമുക്ക് എല്ലാ ദിവസവും ഓരോ ആവശ്യങ്ങളുണ്ട് അല്ലെ? യെസ്, നമുക്ക് നമ്മുടെ ബേസിക് നീഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബേസിക് നീഡ് എന്താണ്? മണിയോ? ആണോ? മണിയാണോ? ഫുഡ്. യെസ്, വെരി ഗുഡ്. ബേസിക് നീഡ് ആണ് ഫുഡ്, എയർ, ഷെൽട്ടർ ഒക്കെ. ആരെങ്കിലും വെറുതെ തരുമോ നമുക്ക്? എയർ പിന്നെ വെറുതെ കിട്ടും അല്ലെ? എയർ വെറുതെ കിട്ടും. ഫുഡും ഷെൽട്ടറും എന്ത് വേണം? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തിൽ ഒന്നാണ്. അപ്പോൾ നമ്മുടെ മാസ്ലോവിന്റെ തിയറി പ്രകാരം നമുക്ക് 5 ആവശ്യങ്ങളാണുള്ളത്. അതായത് ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി നീഡ്സ് ഉണ്ട്. നമുക്ക് ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ആൻഡ് ഷെൽട്ടർ ആണ്. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ ആവശ്യം എന്താണ്? നമ്മുടെ ലവ് ആൻഡ് ബിലോങ്, സേഫ്റ്റി ആണ്. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് സേഫ്റ്റി ആണ്, നമ്മുടെ സുരക്ഷിതത്വം. മൂന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? ലവ് ആൻഡ് ബിലോങ്നെസ്, നമ്മൾ ആരെങ്കിലും സ്നേഹിക്കപ്പെടണം, നമ്മളെ സ്നേഹിക്കപ്പെടണം, നമുക്ക് സ്നേഹബന്ധങ്ങൾ ഉണ്ടാവണം. അതാണ് നമ്മുടെ മൂന്നാമത്തെ ആവശ്യം. നാലാമത്തെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? എസ്റ്റീം നീഡ്സ്, നമ്മൾക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയും ഉണ്ടായിരിക്കണം. അത് നമ്മുടെ നാലാമത്തെ ആവശ്യമാണ്, നാലാമത്തെ നീഡാണ്. അഞ്ചാമത്തെ നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ അഥവാ ആത്മസാക്ഷാത്കാരം. എന്താണ്? ഈ എല്ലാ നീഡ്സിന്റെ അവസാനത്തിലാണ് നമ്മൾ ഇതിലേക്ക് എത്തിച്ചേരുന്നത്. എല്ലാം നേടിക്കഴിഞ്ഞു, അതായത് അവസാനം ഏറ്റവും ലാസ്റ്റ് പീരീഡ് ആണ് നമ്മുടെ അത്. അതായത് ഏറ്റവും ഏജ്ഡ് ആയി കഴിഞ്ഞ ലാസ്റ്റ് സമയത്താണ് നമ്മളുടെ ഏകദേശ ആവശ്യങ്ങൾ തീരുന്നത്. ഏകദേശം ഏത് ഏജിൽ നമ്മുടെ ആവശ്യങ്ങൾ തീരും? ഏത് ഏജിലായിരിക്കും നമ്മുടെ ആവശ്യങ്ങൾ തീരുന്നത്? അപ്പോഴും ഉണ്ടാവും അല്ലെ ആവശ്യം. എങ്കിലും ഒരുവിധം പരമാവധി ആവശ്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ആ ഒരു പീരീഡ്. അതായത് ഏകദേശം ഒരു 90-95 വയസ്സൊക്കെ ആകുമ്പോൾ പ്രത്യേകമായിട്ടൊരു ആവശ്യമില്ല. നമുക്ക് എപ്പോ അവിടെ ഏതൊരു ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ? എത്രയും പെട്ടെന്ന് മുകളിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. എവിടെ? അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മാസ്ലോവിന്റെ തിയറിയാണ്. അതുവരെ ജീവിക്കുമെന്നൊന്നും അറിയില്ല അല്ലെ? ഇത് മാസ്ലോവിന്റെ തിയറിയാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്, ഈ ഭാഗങ്ങളിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ ഇതിവിടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ കാരണം എന്താണ്? മനുഷ്യന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് അവരില് എന്ത് വരുന്നത്? നീഡ്സിനനുസരിച്ചിട്ടാണ് അവർ എല്ലാ തരത്തിലുള്ള വാല്യൂസ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ മോഡേൺ അപ്രോച്ചസ് പ്രകാരം ഏറ്റവും അവർ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യനെ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഹ്യൂമൻ ബിഹേവിയറിനെ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് സാങ്കേതിക വിദ്യകളും മറ്റു സയൻസിനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്താണ് ഇവിടെ സയൻസിനെയും അതേപോലെ പീപ്പിളെയും ഒരുമിച്ച് നോക്കിയ സമയത്താണ് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സയൻസ് എങ്ങനെ വേണമെങ്കിലും പ്രഡിക്റ്റ് ചെയ്യാം, പക്ഷെ മനുഷ്യന്റെ ബിഹേവിയർ, ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് മോഡേൺ അപ്രോച്ചസ് പ്രകാരം പല സൈക്കോളജിസ്റ്റുകളും മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പൊ ഇവിടെ സയൻസ് മാനേജ്മെന്റ് അപ്രോച്ച് എന്നൊരു ഫസ്റ്റ് അപ്രോച്ച് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇതൊന്ന് പറഞ്ഞു പോയത് കേട്ടോ. The scientific management approach was developed by F.W. Tyler at the beginning of the 20th century. This theory recommended use of certain steps scientifically. അപ്പോൾ ആദ്യമായിട്ട് മോഡേൺ അപ്രോച്ചിലെ ഫസ്റ്റ് സയൻസ് മാനേജ്മെന്റ് അപ്രോച്ച് കണ്ടുപിടിച്ചത് ഏകദേശം 20th സെഞ്ചുറിയുടെ ആ തുടക്കത്തിലാണ്, 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ആദ്യമായിട്ട് ഈ ഒരു അപ്രോച്ച് കൊണ്ടുവന്നത്. ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തത്?
FW ടൈലർ ആണ്. FW ടൈലർ എന്ന് വെച്ചാല് ഫെഡറിക് വിൻസ്ലോ ടൈലർ എന്നാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഫെഡറിക് വിൻസ്ലോ ടൈലർ എന്നാണ്. അപ്പൊ ഈ ഒരു അപ്രോച്ചിനെ നമ്മൾ മറ്റൊരു പേരിലും പറയാറുണ്ട്. ഈ സയൻസ് മാനേജ്മെന്റ് അപ്രോച്ചിനെ നമ്മൾ ആൾസോ നോൺ ആസ് ടൈലറിസം, അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ട് നമ്മൾ ടൈലറിസം എന്ന് കൂടി പറയാറുണ്ട്. ഓക്കെ, യെസ്. FWന്റെ വേണമെങ്കിൽ ഫുൾ നെയിം എക്സ്പാൻഷൻ എഴുതി വെച്ചോളൂ. ഫെഡറിക് വിൻസ്ലോ ടൈലർ. ഫെഡറിക് വിൻസ്ലോ, WINSLOW, വിൻസ്ലോ ടൈലർ. ഇവിടെ എഴുതി വെക്കൂ. സയൻസ് മാനേജ്മെന്റ് അപ്രോച്ച് ഈസ് ആൽസോ നോൺ ആസ് എന്ന അപ്രോച്ച് ആണ് ടൈലറിസം. ടൈലറിസം അദ്ദേഹത്തിന്റെ പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോച്ച് ആയതുകൊണ്ടാണ് അതിനെ ടൈലറിസം എന്ന പേരിലും അറിയപ്പെടുന്നത്. അവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ, ഇതെന്താണ്? ഇത് ചില ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊരു മാനേജ്മെന്റിന്റെ സിദ്ധാന്തമാണ്. ഇതൊരു മാനേജ്മെന്റിന്റെ ഒരു സിദ്ധാന്തമാണ്. അതായത് വർക്ക് ഫ്ലോസുമായി ബന്ധപ്പെട്ട് നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ ശാസ്ത്രീയമായ സമീപനത്തിലൂടെ നമ്മൾ നിരീക്ഷണം ചെയ്യുന്ന ഒരു അപ്രോച്ചസ് ആണ് എന്ത്? സയൻസ് മാനേജ്മെന്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഒരു മാനേജ്മെന്റിന്റെ സിദ്ധാന്തമാണ് എന്ത്? സയൻസ് മാനേജ്മെന്റ് അപ്രോച്ച്. 20th സെഞ്ചുറിയിലാണ് ഇത് ബിഗിൻ ചെയ്തത്. ഇത് കൊണ്ടുവന്നത് ആരാണ്? FW ടൈലർ ആണ്. ഫെഡറിക് വിൻസ്ലോ ടൈലർ ആണ് ഇത് കൊണ്ടുവന്നതിനെ നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ടൈലറിസം എന്ന പേരിലാണ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ വർക്ക് ഫ്ലോസ് നമ്മൾ ശാസ്ത്രീയ വിശകലനത്തിലൂടെ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ ശാസ്ത്രീയമായ വിശകലനത്തിലൂടെയാണ് നമ്മളൊരു ഓഫീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ വർക്ക് ഫ്ലോസ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്, ഇതിൽ കണ്ടുപിടിക്കുന്നത്. പ്രത്യേകിച്ച് എങ്ങനെയാണ് അതിന്റെ സാമ്പത്തിക കാര്യക്ഷമത, എക്കണോമിക് എഫിഷ്യൻസി എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ തൊഴിൽ ഉത്പാദനക്ഷമത എങ്ങനെയാണ് എന്നതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ജോലിനെ നമ്മൾ ഓരോരുത്തരും ജോലി പല ഘടകങ്ങളായിട്ട് എങ്ങനെ കുറച്ചുകൊണ്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വർക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള സമീപനങ്ങളാണ് എന്തിൽ വരുന്നത്? ഈ സയൻസ് മാനേജ്മെന്റ് അപ്രോച്ചസ് വരുന്നത്. ബാക്കി നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ, ബ്രീഫായിട്ട് പറഞ്ഞു തന്നെയാണ്. ഓക്കെ, അപ്പൊ അത്തരം ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. അപ്പൊ ഓരോ ജോബിനെയും നമ്മൾ എലമെന്റ് ചെറിയ ചെറിയ ഘടകങ്ങളാക്കിയിട്ടാണ് ഈ ഒരു അപ്രോച്ച് പ്രകാരം കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, നമ്മൾ ഒരു വലിയ ജോലിനെ പല പല ഘടകങ്ങൾ, പല പല എലമെന്റ്സ് ആക്കി മാറ്റുന്ന എന്താണ്? അവിടെ കുറേശ്ശെ പേർക്ക് മാത്രം വർക്ക് ചെയ്താൽ മതി അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വേടനായിട്ട് വലിയൊരു ഭാരമായിട്ട് കുറെ ഓർഗനൈസേഷനകത്ത് അല്ലെങ്കിൽ ഒരു വലിയ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് വർക്കേഴ്സിന് അനുഭവപ്പെടേണ്ടി വരും. അപ്പൊ ഇങ്ങനെ നോക്കിക്കണ്ടപ്പോഴുള്ള ഒരു ശാസ്ത്രീയ സമീപനമാണ് എന്ത്? സയൻസ് മാനേജ്മെന്റ് അപ്രോച്ച്. അതായത് നമ്മുടെ ജോലികളെ നമ്മൾ എന്താക്കുന്നു? എലമെന്റ്സ് ആക്കി മാറ്റുന്നത്, ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റിക്കൊണ്ട് അതിലെന്താണ് അപ്പൊ കുറേശ്ശെ ആൾക്കാർക്ക് മാത്രം വർക്ക്സുകൾ വീതിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് പല രീതിയിൽ അപ്പൊ ഒരു ആറ്റിറ്റ്യൂഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ഭയങ്കര ദേഷ്യം വരും, ഇറിറ്റേറ്റഡ് ആവും, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. നമ്മളുടെ ചുറ്റുപാട് മോശമാവുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ? പക്ഷെ നമുക്ക് തരുന്ന വർക്കിംഗ് കണ്ടീഷൻ വളരെ എളുപ്പമാണെങ്കിലോ, അല്ലെങ്കിൽ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ആണ് നമുക്ക് തരുന്നെങ്കിലോ, നമുക്ക് ആ ജോലി പറയുന്നതിനനുസരിച്ച് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്താണ് ആ ജോബിൽ എക്സ്പേർട്ടൈസ് ആവാനായിട്ട് അല്ലെങ്കിൽ എക്സ്പേർട്ടായി മാറാനായിട്ട് നമുക്ക് സാധിക്കും. യെസ്, ബാക്കി ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ, എന്താണ് സയൻസ് മാനേജ്മെന്റ് അപ്രോച്ച്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, okay, thank you. Have a nice day. Thank you.